പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി അറിയിച്ച ഖത്തറിൽ തടവിലായിരുന്ന ഇന്ത്യൻ നാവികർ ഭാരത് മാതാ കി ജയ് എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് ജയിൽ മോചിതരായവർ വിമാനത്താവളത്തിലെത്തിയത്. നരേന്ദ്രമോദിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ നിൽക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ഖത്തറുമായുള്ള ബന്ധമാണ് എല്ലാത്തിനും കാരണമെന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ 18 മാസം കാത്തിരിക്കേണ്ടിവന്നുവെന്നും പ്രധാനമന്ത്രിയോടും കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നടപടികൾക്കും ഏറെ നന്ദിയുണ്ടെന്നും മുൻ നാവികർ കൂട്ടിച്ചേർത്തു. 2022 ഓഗസ്റ്റിലാണ് 8 ഇന്ത്യൻ നാവികർ അറസ്റ്റിലാകുന്നത്. അറസ്റ്റിലായതു മുതൽ ഇന്ത്യ നടത്തിവരുന്ന നയതന്ത്ര ഇടപെടലുകളുടെ വിജയം കൂടിയാണ് ഇപ്പോഴത്തെ വിധി. ദുബായ് കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഡിസംബർ 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ടു ജീവിച്ചിരുന്നവർ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് നാവികരും അവരുടെ ബന്ധുക്കളും. സുരക്ഷിതമായി തിരിച്ചെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് അവർ പ്രതികരിച്ചു. നാവികസേനയിൽ സെയിലറായിരുന്ന മലയാളി രാകേഷ് കുമാർ, റിട്ടയർ കമാൻഡർമാരായ പൂർണേന്ദു തിവാരി, അമൃത് നാഗ്പാൽ, സുഗ്നാകർ പകാല, സഞ്ജീവ് ഗുപ്ത, റിട്ടയർ ക്യാപ്റ്റന്മാരായ നവ്തേജ് സിംഗ് ഗിൽ, വീരേന്ദ്രകുമാർ വർമ്മ, സൗരഭ് വസിഷ്ഠ് എന്നിവരെയാണ് മോചിപ്പിച്ചത്. വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന നാവികരെ മോചിപ്പിച്ച വിവരം ഇന്നു രാവിലെയാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത്. 8 ഇന്ത്യക്കാരെ മോചിപ്പിച്ച നടപടിയെ സ്വാഗതം ചെയ്യുന്നു. 7 പേർ മടങ്ങിയെത്തി. ഖത്തർ അമീറിന്റെ നടപടിയെ അഭിനന്ദിക്കുന്നു എന്ന കുറിപ്പാണ് വിദേശകാര്യ മന്ത്രാലയം പങ്കുവച്ചത്.